അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയമുള്ള ശ്രോതാക്കളെ, വിശുദ്ധ ഖുർആനിലെ 42-ാം അധ്യായം സൂറത്ത് ശൂറയിലെ 36 മുതൽ 39 വരെയുള്ള വചനങ്ങളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല വിശ്വാസികളുടെ 10 ഗുണങ്ങൾ എണ്ണി പറയുകയാണ്. അവർക്കാണ് അല്ലാഹു ഏറ്റവും ഉത്തമമായ എന്നെന്നും അവശേഷിക്കുന്ന സ്വർഗീയത്തിലെ അതിഗംഭീരമായ പ്രതിഫലങ്ങൾ ഒരുക്കി വച്ചിട്ടുള്ളത് എന്നാണ്. ആരാണ് ആ കൂട്ടർ? തീർച്ചയായും ആ ഗുണങ്ങൾ നമ്മിലുണ്ടോ എന്ന പരിശോധന ഉണ്ടാകേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, ഫമാ ഊതീതും മിൻ ഷൈഇൻ ഫമതാഉൽ ഹയാത്തി ദുനിയ വമാ ഇൻദല്ലാഹി ഖൈറുൻ വഅബ്ഖാ ലില്ലദീന ആമനൂ വഅലാ റബ്ബിഹിം യതവക്കലൂൻ. അല്ലാഹു സുബ്ഹാനഹു വതആല 36-ാം വചനത്തിൽ 2 ഗുണങ്ങൾ എടുത്തു പറഞ്ഞു. സ്വർഗം അള്ളാഹു ഒരുക്കി വെച്ചിട്ടുള്ള ഉന്നതമായ പ്രതിഫലങ്ങൾ അള്ളാഹു കരുതി വെച്ചിട്ടുള്ള ആളുകളുടെ സ്വഭാവ ഗുണങ്ങളിൽ 2 ഉണ്ട്. ഒന്ന്, അവർ അടിയുറച്ച വിശ്വാസികളായിരിക്കും എന്നുള്ളതാണ്. മുവഹിദുകളായിരിക്കും. ശിർക്കിൻ്റെ ലാഞ്ചന പോലും അവരുടെ ജീവിതത്തിൽ കടന്നു വരികയില്ല. 2, വഅലാ റബ്ബിഹിം യതവക്കലൂൻ. ജീവിതത്തിലെ ഏതേത് പ്രതിസന്ധികളിലും ഇബ്രാഹിം നബി അലൈഹിസ്സലാം തീക്കുണ്ടാരത്തിൻ്റെ മുമ്പിൽ വെച്ച് റബ്ബിൽ എല്ലാം തവക്കുൽ ചെയ്തതുപോലെ പ്രവാചകന്മാർ അവരുടെ ജീവിതത്തിലെ സന്നിഗ്ധ ഘട്ടങ്ങൾ കടന്നു വന്നപ്പോൾ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിൽ തവക്കുൽ ചെയ്ത് മുമ്പോട്ട് പോയതുപോലെ ജീവിതത്തിൻ്റെ ഏതേത് മേഖലകളിലും ഏതേത് പ്രതിസന്ധികൾ കടന്നു വന്നാലും അവിടെ പകച്ചു നിൽക്കാതെ തകർന്നു പോകാതെ അള്ളാഹുവിൽ തവക്കുൽ ചെയ്ത് മുമ്പോട്ട് പോകുന്നവരായിരിക്കും അവർ എന്നാണ് 2ാമത്തെ ഗുണമായി പറഞ്ഞത്. 37-ാം വചനത്തിൽ അള്ളാഹു പറയുന്നത്, വല്ലദീന യജ്തനിബൂനൽ കബായിറൽ ഇസ്മി വൽ ഫവാഹിഷ് വഇദാ മാ ഗളിബൂ ഹും യഗ്ഫിറൂൻ എന്നാണ്. മഹാപാപങ്ങളെയും നീചവൃത്തികളെയും വിട്ടകന്ന് നിൽക്കുന്നവർക്കും ദേഷ്യം വരുമ്പോൾ അവർ പുറത്തു കൊടുക്കുകയും ചെയ്യും. അങ്ങനെയുള്ളവർക്കുമാണ് അള്ളാഹു ഈ മഹത്തായ പ്രതിഫലം ഒരുക്കി വച്ചിട്ടുള്ളത് എന്നാണ്. ഈ വചനത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല 3 കാര്യങ്ങൾ കൂടി എണ്ണി പറഞ്ഞു. ഒന്ന്, അവർ വൻപാപങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്നവരായിരിക്കും. അള്ളാഹു കടുത്ത ശിക്ഷ വാഗ്ദാനം ചെയ്യുന്ന, അള്ളാഹുവിൻ്റെ ശാപത്തിന് വിധേയരായിട്ടുള്ള അത്തരം ആളുകൾ അല്ലെങ്കിൽ അത്തരം പാപങ്ങൾ ചെയ്യുന്നവരാണ് വൻപാപികൾ, വൻപാപം ചെയ്യുന്നവർ എന്ന് പറയുന്നത്. അത്തരം വൻപാപങ്ങളിൽ നിന്ന് അവർ തീർച്ചയായും വിട്ടുനിൽക്കുന്നവരാണ്. അതേപോലെ തന്നെ മ്ലേച്ഛമായ കാര്യങ്ങൾ, ഒരാളുടെ അഭിമാനത്തെ ക്ഷതപ്പെടുത്തുന്ന, നിന്ദിക്കുന്ന അത്തരം കുറ്റകൃത്യങ്ങൾ, വ്യഭിചാരം പോലെയുള്ള കാര്യങ്ങൾ, അവയിൽ നിന്നെല്ലാം അവർ വിട്ടുനിൽക്കും. ദേഷ്യം വന്നാൽ അവർ മറ്റുള്ളവർക്ക് മാപ്പ് കൊടുക്കും. തൻ്റെ പക മറ്റൊരാളിൽ തീർക്കാനല്ല അവൻ ശ്രമിക്കുന്നത്, ആ ദേഷ്യത്തെ അടക്കി നിർത്തിക്കൊണ്ട് അവൻ മുന്നോട്ട് പോകും എന്നുള്ളതാണ്. ഒരു പ്രവാചക വചനത്തിൽ തന്നെ കാണാം, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, മറ്റൊരാളെ മൽപ്പിടുത്തത്തിലൂടെ തകർത്തടിക്കുന്നവനല്ല, കീഴ്പ്പെടുത്തുന്നവനല്ല യഥാർത്ഥ ശക്തവാൻ, മറിച്ച് ദേഷ്യം വരുമ്പോൾ അതിനെ പിടിച്ചു നിർത്തുന്നവനാണ്. അതിനെ തൻ്റെ ശരീരത്തിനെ അതിജയിക്കാതെ തനിക്ക് വിധേയമാക്കി നിർത്തുന്നവനാണ്, അടക്കി നിർത്തുന്നവനാണ് യഥാർത്ഥ ശക്തവാൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. തുടർന്ന് 38-ാം വചനത്തിലൂടെ അള്ളാഹു വീണ്ടും ഗുണങ്ങൾ എണ്ണി പറയുകയാണ്. വല്ലദീന സ്തജാബു ലി റബ്ബിഹിം. തങ്ങളുടെ റബ്ബിൻ്റെ വിളിക്ക് എല്ലാ നിലയ്ക്കും ഉത്തരങ്ങൾ നൽകുന്നവരായിരിക്കും അവർ എന്നുള്ളതാണ്. തൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾ നോക്കാതെ തൻ്റെ റബ്ബിൻ്റെ ഇഷ്ടം എന്താണോ, റസൂലുള്ളാഹിയുടെ ഇഷ്ടം എന്താണോ, ആ ഇഷ്ടങ്ങൾക്ക് നിന്നു കൊടുക്കുന്ന ആളുകൾ, അതിന് കൃത്യമായി ഉത്തരം നൽകുന്ന ആളുകൾ. വ അഖാമുസ്വല. നമസ്കാരത്തിൽ ഒരു വീഴ്ചയും വരുത്താതെ കൃത്യമായി അത് നിറവേറ്റി മുമ്പോട്ട് പോകുന്ന ആളുകൾ. വ അംറുഹും ഷൂറ ബൈനഹും. തങ്ങൾക്കിടയിൽ എന്ത് കാര്യങ്ങളുണ്ടായാലും അത് ഭൗതികമായ കാര്യങ്ങളാവട്ടെ, മതപരമായ കാര്യങ്ങളാവട്ടെ, ദീനാവട്ടെ, ദുനിയാവാവട്ടെ, കുടുംബപരമാവട്ടെ, എന്തുമായിക്കൊള്ളട്ടെ, അതിൻ്റെ ഖൈറുകൾ പൂർണ്ണമായും കിട്ടുവാൻ ആളുകളുമായി കൂടിയാലോചിച്ച് കാര്യങ്ങളിൽ തീർപ്പ് കൽപ്പിക്കുന്ന ആളുകൾ. വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. നാം അവർക്ക് നൽകിയതിൽ നിന്ന് ചെലവഴിക്കുന്ന ആളുകൾ. എൻ്റെ സ്വത്തും സമ്പാദ്യവും എൻ്റെ ബുദ്ധി കൊണ്ടും എൻ്റെ ശക്തി കൊണ്ടും ഒന്നല്ല ഉണ്ടായത്, എൻ്റെ റബ്ബിൻ്റെ തൗഫീഖ് കൊണ്ടും എൻ്റെ റബ്ബിൻ്റെ കാരുണ്യം കൊണ്ടുമാണ് എൻ്റെ കയ്യിലത് കിട്ടിയത്. അത് നാളെ ഒരുപക്ഷെ നഷ്ടപ്പെട്ടേക്കാം. അതുകൊണ്ട് എൻ്റെ റബ്ബ് നൽകിയ സമ്പത്തിൽ നിന്ന് ആത്മാർത്ഥമായി നല്ല നിയ്യത്തോടുകൂടി ഞാൻ ചെലവഴിക്കേണ്ടതുണ്ട് എന്ന ചിന്തയോടുകൂടി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കൊടുക്കുന്ന ആളുകൾ. 10-ാമതായി അള്ളാഹു പറഞ്ഞത്, വല്ലദീന ഇദാ അസ്വാബഹുമുൽ ബഗ്യു ഹും യന്തസിറൂൻ എന്നാണ്. തങ്ങൾക്ക് വല്ലവരിൽ നിന്നും അതിക്രമം ബാധിച്ചാൽ സ്വയം രക്ഷാനടപടി എടുക്കുന്നവരുമായിരിക്കും അവർ എന്ന് പറഞ്ഞു. ഇതാണ് 10-ാമത്തെ ഗുണമായി അള്ളാഹു സുബ്ഹാനഹു വതആല എണ്ണി പറഞ്ഞിട്ടുള്ളത്. അഥവാ
ആക്രമിക്കപ്പെടുകയോ കയ്യേറ്റം ചെയ്യപ്പെടുകയോ ചെയ്യുമ്പോൾ ഭീരുത്വവും ചപലതയും കാണിക്കാതെ ധീരവും സമർത്ഥവുമായ നിലപാട് എടുക്കുന്ന ആളുകളെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പുകഴ്ത്തിയിട്ടുള്ളത്. ഈ 10 ഗുണങ്ങളും ഒത്തുചേർന്ന യഥാർത്ഥ വിശ്വാസികളായി തീരുവാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കുക. സ്വർഗത്തിൻ്റെ ആളുകളായി നാളെ പരലോകത്ത് ഒത്തുചേരുവാൻ റബ്ബ് നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക, വൈയക്തിക, കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു. അറിയുക, അറിയിക്കുക. നേർവഴി. Peace Radio. Tune to reality.